ഹലോ, വെൽക്കം ടു ദ വീഡിയോ. ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷൻ എന്ന പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബ്ലോക്ക് 1. ഇതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സോടെ നമ്മൾ ഈ ഒരു ബ്ലോക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെയാണ് പരീക്ഷ തുടങ്ങുന്നത്. അടുത്ത ദിവസം ആരംഭിക്കുന്ന അടുത്ത ദിവസം എഴുതാൻ പോകുന്ന ഈ പരീക്ഷയിൽ എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. പൊളിറ്റിക്സ് ഓഫ് റൈറ്റിംഗ്. In the previous class, we discussed the language problem, the question of language in Indian literature. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന ആ പേരിൻ്റെ കീഴിലായി നമ്മൾ പരിഗണിക്കുന്ന സാഹിത്യരൂപങ്ങൾ, ഇന്ത്യയിൽ രചിക്കപ്പെടുന്ന സാഹിത്യരൂപങ്ങൾ, സാഹിത്യം. ഈ സാഹിത്യത്തിൻ്റെ ഐഡൻറ്റിറ്റി, അതിൻ്റെ സ്വത്വം, ഈ സാഹിത്യത്തിൻ്റെ നാമം ഏത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. ഇന്ത്യൻ സാഹിത്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക സാഹിത്യത്തെ ഉൾപ്പെടെ ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യകാലത്തൊക്കെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സംസ്കൃത സാഹിത്യത്തെ ആയിരുന്നു എന്നാണ്. സംസ്കൃതം, പ്രാകൃത് മുതലായ ഭാഷകളിൽ എഴുതിയ ആദ്യകാല സാഹിത്യങ്ങളെയായിരുന്നു. പ്രാദേശിക ഭാഷകളൊന്നും അക്കാലത്ത് പരിഗണിച്ചിരുന്നില്ല. പിൽക്കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയതിന് ശേഷം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെട്ട കൃതികളെ ആഗോളതലത്തിൽ ഇന്ത്യൻ സാഹിത്യം എന്ന് വിളിക്കുന്നതായിട്ട് ആധുനിക കാലത്ത് കാണുന്നുമുണ്ട്. ഇവിടെയൊക്കെ തന്നെ പ്രാദേശിക ഭാഷകൾ അവഗണിക്കപ്പെടുന്നതായിട്ട് കാണുകയാണ്, പ്രാദേശിക സാഹിത്യം. ഇനി നമ്മൾ പൊളിറ്റിക്സ് ഓഫ് റൈറ്റിങ്ങിലേക്കാണ് വരുന്നത്. This brings us back to the questions of the politics of writing and the relation between ideology and literature. സാഹിത്യവും ആദർശവും അല്ലെങ്കിൽ ആശയ സംഹിതകളും തമ്മിലുള്ള ബന്ധം. That were raised only incidentally in these pages. ഇടയ്ക്കിടയ്ക്ക് മാത്രം നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളൂ ഈ എസ്സേയിൽ. It may not be possible either theoretically or in terms of a cohesive methodology to carry forward a sustained argument in support of the presence of an ontologically related body of knowledge with a shared discursive history called Indian literature. ഒരു കോമൺ ആയ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ എല്ലാ പ്രാദേശിക എലമെൻസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രാദേശിക സാഹിത്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോമൺ ഹിസ്റ്ററിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ സമവാക്യമില്ലാതെ നമുക്ക് സാധിക്കുകയില്ല. വി ക്യാൻ ഹവർ ഡു this by invoking the ideology of nationalism and the sense of cultural identity that the project of nationalism during the last phase of the colonial rule made room for. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ഐഡിയയുടെ പേരാണ് നാഷണലിസം അഥവാ ദേശീയത. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് മാത്രമേ ഇന്ത്യൻ സാഹിത്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എഴുതപ്പെട്ട മുഴുവൻ സാഹിത്യവും ഉൾപ്പെടുന്നുള്ളൂ. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ജിയോ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആണല്ലോ. ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ അതിർത്തികളാണ് ഇന്ത്യക്ക്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഡിസ്കോഴ്സ് എന്നതിനപ്പുറത്തേക്ക് ക്ലിയർലി ഡിഫൈൻഡ് ബൗണ്ടറീസ് ഒക്കെയുള്ള ഒരു ജിയോഗ്രഫിക്കൽ എൻറ്റിറ്റിയാണ് ഭാരതം. ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാഷ്ട്രീയ ശക്തിയുടെ മറയിൽ അല്ലെങ്കിൽ അതിൻ്റെ തണലിൽ, അതിൻ്റെ നിഴലിലാണ് നമ്മൾ ഇന്ത്യൻ സാഹിത്യം എന്നത് പരിഗണിക്കുന്നത്. അതല്ലാതെ നമുക്ക് പരിഗണിക്കാൻ സാധ്യമല്ല. കാരണം പ്രാദേശിക സാഹിത്യങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ വേറിട്ട് നിൽക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വി ക്യാൻ ഹവർ ഡു ദിസ് ബൈ ഇൻവോക്കിംഗ് ദി ഐഡിയോളജി ഓഫ് നാഷണലിസം. അതാണെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അതായത് നമ്മുടെ സാമ്രാജ്യത്വ ചരിത്രത്തിൻ്റെ അവസാന ഭാഗത്താണ് ഈ ഒരു ദേശീയത എന്ന ആശയം ഉടലെടുക്കുന്നത്. This precisely was what the Indian scholars who took up the task of collaborating a concept of Indian literature in the 20th century were aiming at. ഇതാണ് ഈ നാഷണലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാഹിത്യത്തെയാണ് 20ാം നൂറ്റാണ്ടിലെ സ്കോളേഴ്സ്, പണ്ഡിതന്മാർ ഫോക്കസ് ചെയ്തത്. The Tamil nationalist poet Subramanya Bharati said that Indian nation speaks 18 languages, though her chintana, thinking, is one. Indian spirit animating all the writings from the Indian subcontinent that was echoed later in the slogan of the Sahitya Academy. But it was natural for the several 19th century Orientalists, inspired as they were by the spirit of the many newly emergent nations in Europe, vying with each other for cultural capital by making claims on folk and literary traditions to invent a glorious past for the culture of India that was so dear to them.
സുബ്രഹ്മണ്യ ഭാരതിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യ പല ഭാഷകളിൽ സംസാരിക്കുന്ന ഒരു രാജ്യമാണെങ്കിലും അതിൻ്റെ ചിന്ത ഒരു ഭാഷയിലാണ്. ഇത് യൂറോപ്പിലെ പല രാജ്യങ്ങളെയും കണ്ട് പരിചയിച്ച യൂറോപ്യൻ സൈദ്ധാന്തികർ, തിയറിസ്റ്റ് ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ആദിമകാലത്തെ ചരിത്രത്തിലേക്ക് നോക്കാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ യൂണിറ്റി ഏതെങ്കിലും രീതിയിൽ അത് കൊണ്ടുവരാൻ സാധിക്കുമോ, ഇന്ത്യയുടെ നാനാവിധ ഭാഷകൾ, നാനാവിധ സംസ്കാരങ്ങൾ, ഇതിൻ്റെ ഇടയിലൊരു യൂണിറ്റി കണ്ടെത്താൻ അവർ ശ്രമിച്ചത് ഇന്ത്യയുടെ പാസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടാണ് എന്നുള്ളതാണ്. ഇന്ത്യ thus emerges as a landmass of divided interests in the present but connected by a common and glorious past. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ വരുന്നത്. ഡിവൈഡഡ് ബൈ സെവറൽ കൾച്ചേഴ്സ് ആൻഡ് സെവറൽ സ്റ്റേറ്റ്സ്, എവറിത്തിങ്, ബട്ട് യൂണിഫൈഡ് ബൈ എ കോമൺ പാസ്റ്റ്. അങ്ങനെയാണ് വരുന്നത് ഈ ആശയം. ഇന്ത്യൻ ലിറ്ററേച്ചർ ദെൻ ഇസ് ബോത്ത് എ പ്രൊഡക്റ്റ് ഓഫ് ദിസ് കൺസ്ട്രക്റ്റഡ് പാസ്റ്റ് ആൻഡ് ആൻ ആക്റ്റീവ് ഏജന്റ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദാറ്റ് പാസ്റ്റ്. അങ്ങനെയാണ് ഇന്ത്യൻ സാഹിത്യം ഉടലെടുക്കുന്നത്. അത് ഈ പാസ്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അത് ആ പാസ്റ്റ് കൺസ്ട്രക്റ്റഡ് ആണ്, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ ഇന്ന് ആ പാസ്റ്റിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ റെലവൻ്റ് ആയൊരു തിങ്കിങ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതായത് ഇന്ത്യയുടെ പാസ്റ്റ് നമ്മൾ കരുതുന്ന വളരെ ഒബ്ജക്റ്റീവായ ഒന്നല്ല, അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്, അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. കൊളോണിയൽ ഫോഴ്സസ് ആണ് ആ പാസ്റ്റിനെ സൃഷ്ടിച്ചത്. അതായത് നമ്മുടെ ഗ്ലോറിയസ് പാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ധാരാളം ഒരുപാട് വലിയ നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന വലിയ നേട്ടങ്ങളൊക്കെ തന്നെ അതിനെ മഹത്വീകരിക്കുന്നത് ഈ കൊളോണിയൽ ഭരണകർത്താക്കളാണ്. അത് ചെയ്തത് അവർക്ക് അവരുടേതായ ഒരു അജണ്ടയ്ക്ക് വേണ്ടിയാണ്, ഒരു കൊളോണിയൽ അജണ്ടയ്ക്ക് വേണ്ടി തന്നെയാണ്. ഒരു യൂണിറ്റി ഇന്ത്യയിലേക്ക് അവർക്ക് കൊണ്ടുവരണമായിരുന്നു. ജസ്റ്റ് റൂൾ ഇറ്റ് ഇൻ എ ബെറ്റർ വേ ആദ്യമൊക്കെ. അതായത് അവരുടെ ഒരു കാഴ്ചപ്പാടിൽ അവർ ആ യൂറോപ്യൻ മെൻറ്റാലിറ്റിയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവർ ആക്ച്വലി നമ്മളിന്ന് കരുതുന്ന പോലെയല്ല എന്ന രീതിയിലാണ് ജി.എൻ. ദേവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ ഗ്ലോറിയസ് പാസ്റ്റ്, മഹത്തായ നമ്മുടെ ഭൂതകാലം, അത് കൺസ്ട്രക്ഷനാണ്, അത് നിർമ്മിതമാണ്. ആ കൺസ്ട്രക്ഷനിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ സാഹിത്യത്തെ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ സാഹിത്യം എന്ത് ചെയ്യുന്നു? ഇതുപോലെ തന്നെ വീണ്ടും ആ മഹത്വീകരിക്കപ്പെട്ട ഭൂതകാലത്തെ വീണ്ടും പുനഃസൃഷ്ടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. The three issues examined above are also crucial for understanding the dynamics of the modernity project in India. While talking about ideological scholarship, the debate on language, and the nationalist question, we are in a deeper sense asking questions concerning the nature and spread of the colonialism-driven modernity project and its impact on the country's polity and culture. ഇതൊരു മോഡേണിറ്റി പ്രോജക്റ്റിൻ്റെ വിഷയമാണ്. കൊളോണിയലിസം നടപ്പിൽ വരുത്തിയ മോഡേണിറ്റി പ്രോജക്റ്റ്. ഓക്കെ, ആധുനികതയുടെ ഒരു പ്രോജക്റ്റ്. അത് കൊണ്ടുവന്ന ആരാ? ബ്രിട്ടീഷുകാരാണ്. മോഡേണിറ്റി ഈസ് ഓഫൺ റിഗാർഡഡ് ആസ് എ മൈൻഡ് സെറ്റ് റാദർ ദാൻ എ ഫിസിക്കൽ കണ്ടീഷൻ. ഒരു മാനസികാവസ്ഥയാണ് മോഡേണിറ്റി എന്ന് പറയുന്നത്. ഓർ എ മൈൻഡ് സെറ്റ് എമർജിങ് ഫ്രം എ ഫിസിക്കൽ കണ്ടീഷൻ ദാറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ഇറ്റ്സ് പെരിൽസ് ആൻഡ് കോൺട്രഡിക്ഷൻസ് വെൽക്കംസ് ചേഞ്ച്, ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ്. ഈ മോഡേണിറ്റി മാറ്റത്തെയും വളർച്ചയെയും വികാസത്തിനെയും ഒക്കെ സ്വാഗതം ചെയ്യുന്നൊരു മോഡേണിറ്റിയാണ്. ഇതൊരു മാനസികാവസ്ഥയാണ്. It is an experience of unity binding entire humankind together, cutting across distinctions of caste, class, race, gender, language and nationality. ഇതിനെയൊക്കെ തന്നെ പരിഗണിക്കാതെ മാനവികതയെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ശക്തിയാണ് ഈ മോഡേണിറ്റി എന്ന് കാണുന്നത്. Though individual important in this dispensation, one is an individual only in as much he, often he, seldom she, crystallizes within himself the universal humanistic values sacralized by modernity. ഈ മോഡേണിറ്റിയുടെ മൂല്യങ്ങൾ ഉള്ളിലുള്ളവരെ മാത്രമേ ഒരു ഇൻഡിവിജ്വൽ എന്ന് വിളിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവരെ മാത്രമേ ഒരു വ്യക്തി എന്ന് മനസ്സിലാക്കാൻ, വ്യക്തി എന്ന സ്ഥാനം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മോഡേണിറ്റി ഉള്ളിലുള്ളവരെ മാത്രമേ നമ്മൾ വ്യക്തി എന്ന സ്ഥാനം കൊടുത്ത് ആദരിക്കാൻ സാധിക്കുകയുള്ളൂ. പുരുഷന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടിയിരുന്നു, സ്ത്രീകൾക്ക് അത്ര തന്നെ പ്രാധാന്യം കിട്ടിയിട്ടില്ല ഈ മോഡേണിറ്റിയിൽ എന്നൊക്കെയാണ് ദേവി ഇവിടെ സൂചിപ്പിക്കുന്നത്. സെൽഡം ഷീ, ഓഫൺ ഹി, സെൽഡം ഷീ. Here indeed are contradictions which account for the demoniac sex in the writings of several European romantic and modern its writers of the past centuries. ഇവിടെ നിരവധി കോൺട്രഡിക്ഷൻസ്, വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. Marshall Berman, one of the commentators on modernity, who gives a balanced evaluation to it, defines it as a body of experience that finds ourselves in an environment that promises adventure, power, joy,
growth, the transformation of ourselves and the world, and at the same time that threatens to destroy everything we have. നമുക്ക് ഒരു പുതിയ അനുഭവം, ആ ഒരു പവറിൻ്റെ, ജോയുടെ, സന്തോഷത്തിൻ്റെ, ഗ്രോത്തിൻ്റെ ഒക്കെ അനുഭവം നൽകുന്ന, പരിണാമത്തെ അനുഭവം നൽകുന്ന ഒരു ഫീലിംഗ് ആണ് മോഡേണിറ്റി. പക്ഷേ അതേസമയം തന്നെ അത് വെല്ലുവിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, നമ്മൾ അറിയുന്ന ലോകത്തെ നശിപ്പിക്കുന്ന രീതിയിൽ. അതായത് നമ്മൾക്ക് പരിചയമുള്ള ഒരു ലോകത്തെ നശിപ്പിക്കുന്നു ഈ ആധുനികത. നമ്മളുടെ പരിചയമുള്ള ലോകത്ത് നശിപ്പിച്ച് പുതിയൊരു ലോകം സൃഷ്ടിക്കാനാണ് ആധുനികത. ഒരേ സമയം അവരുടെ പുതിയ സൃഷ്ടിയുണ്ട്, ചേഞ്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൂടിയുണ്ട്, ഓൾറെഡി നമുക്ക് അറിയുന്ന ലോകത്തിൻ്റെ വിനാശവും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എവറിത്തിങ് വീണോ, നമുക്ക് അറിയുന്ന എല്ലാം നശിപ്പിച്ചിട്ടാണ് പുതിയത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അവിടെ ഒരു നഷ്ടവും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വൈരുദ്ധ്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് നേരത്തെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞത്. Modern environments and experiences cut across all boundaries of geography and ethnicity, of class and nationality, of religion and ideology. ഈ മോഡേൺ എൻവയൺമെൻറ്റ്സ്, ആധുനികതയുടെ അന്തരീക്ഷം എല്ലാ അതിർവരമ്പുകളെയും മറികടക്കുന്ന ഒന്നാണ്. അത് ജിയോഗ്രഫി ആയിക്കോട്ടെ, അത് എത്നിസിറ്റി, നമ്മുടെ വർഗമായിക്കോട്ടെ, ക്ലാസ്, സാമ്പത്തിക വ്യത്യാസങ്ങളായിക്കോട്ടെ, നാഷണാലിറ്റി, ദേശീയത ആയിക്കോട്ടെ. മോഡേൺ, ഇപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ 2 രാജ്യങ്ങളാണ്. പക്ഷേ മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേണിസം, മോഡേൺ എൻവയൺമെൻറ്റ്, മോഡേൺ എക്സ്പീരിയൻസ് ഇങ്ങനെ ബൗണ്ടറിയെ പരിഗണിക്കുന്നില്ല. അത് എല്ലാ മാനവികതയും ഒരുമിച്ച് കാണുന്നു എന്ന് പറയുന്നത്. ട്രഡീഷൻ വിച്ച് ഇസ് ഓഫൻ പ്ലേസ്ഡ് ഇൻ ഓപ്പോസിഷൻ ടു മോഡേണിറ്റി, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ട്രഡീഷൻ. ഇറ്റ് എൻകംപാസ് ദി ഒബ്സേർവ് ഓഫ് ദി അബവ് അട്രിബ്യൂട്ട്സ്, ഒബ്വേഴ്സ് ഓഫ് ദി അബവ് അട്രിബ്യൂട്ട്സ്. അപ്പോൾ ഈ ആശയങ്ങളുടെ നേരെ ഓപ്പോസിറ്റാണ് ട്രഡീഷൻ. ട്രഡീഷൻ എപ്പിറ്റമൈസസ് ഇഗ്നറൻസ്, ചേഞ്ച്ലെസ്നെസ്, നാരോ മൈൻഡഡ്നെസ് ആൻഡ് ലാക്ക് ഓഫ് പവർ. അതായത് ട്രഡീഷൻ ഏറ്റവും ഔന്നത്യത്തോടെ കാണുന്ന ഒന്നാണ് മാറ്റമില്ലായ്മ, ഇടുങ്ങിയ ചിന്താഗതി, അധികാരമില്ലായ്മ. ഇതൊക്കെയാണ് ഔന്നത്യമുള്ളത് എന്നാണ് പാരമ്പര്യം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് പാരമ്പര്യത്തെ കാണുന്നത്. ട്രഡീഷണൽ ഇന്ത്യ വാസ് എ കമ്പൻഡിയം ഓഫ് ഓൾ ദീസ് വൈസസ് ഇൻ ബ്രിട്ടീഷ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ്. ട്രഡീഷണൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടിലുണ്ട്. വീക്കാണ്, ദുർബലമാണ്, നാരോ മൈൻഡഡ് ആണ്, ഇടുങ്ങിയ ചിന്താഗതിയാണ്, അന്ധവിശ്വാസികളാണ്, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ദ ബ്രിട്ടീഷ് punted it as their historical responsibility as enlightened members of the civilized world to change the situation. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, സ്വന്തം ചുമലിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. എന്ത്, ട്രഡീഷണൽ ഇന്ത്യക്കാരുടെ ട്രഡീഷണൽ മെൻറ്റാലിറ്റി. നമ്മൾ ട്രഡീഷണൽ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇടുങ്ങിയ ചിന്താഗതി. അങ്ങനെയാണ് ഈ ബ്രിട്ടീഷുകാർ കാണുന്നത്. ഇടുങ്ങിയ ചിന്താഗതി, അധികാരം ഇല്ല, അതൊന്നും അറിവില്ല, ഇഗ്നറൻസ് ആണ്, അറിവില്ലായ്മയാണ്. ഈ അറിവില്ലാത്ത ഇഗ്നറൻ്റായ, അതായത് പലപ്പോഴും എന്താ പറയുക, തങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത ഈ പാവപ്പെട്ട മനുഷ്യരെ ഒന്ന് ബോധവൽക്കരിക്കുക, അവരെ നേർവഴിക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർക്ക് ആധുനികതയുടെ പുതിയ ടെക്നോളജി പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരിലേക്ക് വ്യക്തിക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള ഒരു അറിവ് നൽകുക, അധികാരവും പവറും നൽകുക. ഇതൊക്കെ ബ്രിട്ടീഷുകാർ സ്വന്തം ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുകയാണ്. കാരണം അവരിതൊക്കെ ഉള്ളവരാണെന്നുള്ള ധാരണയാണ് അവർക്കുള്ളത്. ദിസ് ഈസ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കോളനിസ്റ്റ് grand project of reform and accompanying discourse of modernity, complex, contradictory and elaborate, in which scholars from both India and Britain participated with varying degrees of commitment. ഈ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമുള്ള പണ്ഡിതന്മാർ ഈക്വലി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈക്വലി അവർ അതിൻ്റെ അകത്ത് ഭാഗഭാക്കുകളാണ് ഈ ഒരു കാഴ്ചപ്പാടിൽ. ഇത് ബ്രിട്ടീഷുകാരുടെ മാത്രം കാഴ്ചപ്പാടല്ല ഇത് പല ഇന്ത്യൻ സ്കോളേഴ്സ് ഇതേ കാഴ്ചപ്പാടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. It would have been impossible for the 19th and early 20th century scholars from India, whether of the Orientalist, Anglicist and the Reformist or Nationalist cast of minds, to remain uninfluenced by its project and this discourse. ഈ ഒരു രാഷ്ട്രീയ ചിന്താഗതിയിൽ നിന്ന്, ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ മോശമാണ്, മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ നല്ലതാണ്, ഈ ചിന്താഗതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല, ഇന്ത്യക്കാരുൾപ്പെടെ. The contradictions and complexities that are noticed in Indian responses to Orientalism and nationalism are in fact linked to the divided logic within modernity itself. That is why a Nehruvian nationalist slogan like India's unity lies in its diversity also becomes a credo of Indian modernity. ഇന്ത്യൻ മോഡേണിറ്റിയുടെ ആപ്തവാക്യമായിട്ട് നമ്മൾ കാണുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അനന്തത്തിൽ ഏകത്വം. ഞാൻ തന്നെ ഒരു ക്ലാസ്സിൽ ഇത് പറയുകയുണ്ടായി. ഈ ഒരു നെഹ്റുവിയൻ നാഷണലിസ്റ്റ് സ്ലോഗൻ, ഇത് നെഹ്റുവിൻ്റെ സ്ലോഗനാണെന്നാണ് പറയുന്നത്. ഈ സ്ലോഗൻ തന്നെ ഇതിൻ്റെ ഇൻഫ്ലുവൻസിൽ ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ഈ മോഡേണിറ്റിയുടെ ഉള്ളിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ആ കോൺട്രഡിക്ഷൻസ് തന്നെയാണ് ഈ സ്ലോഗൻ്റെ അർത്ഥവും. ഈ സ്ലോഗനിലൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. ആ വൈരുദ്ധ്യം
എന്ത് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം. നാനാത്വത്തിൽ എങ്ങനെ ഏകത്വം ഉണ്ടാവുക എന്നുള്ളതാണ്. നാനാത്വത്തിന് പിന്നെ ഏകത്വത്തിന് പ്രസക്തിയില്ലല്ലോ. അപ്പോൾ ആ സെൻറ്റൻസിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. എന്നാൽ ആ വൈരുദ്ധ്യത്തെയാണ് നമ്മൾ എംബ്രേസ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. One need not be exceptionally intelligent to realize that a slogan Indian literature is one, though written in many languages, is only the literary critical analogue of the nationalist modernity's precept concerning India's unity lying in its diversity. ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യം ഇന്ത്യൻ ലിറ്ററേച്ചർ ഇസ് വൺ ദോ റിട്ടൺ മെനി ലാംഗ്വേജസ്, ഇത് ഈ ഇന്ത്യൻ നാഷണലിസ്റ്റ് കോൺസെപ്റ്റ് ആയിട്ടുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന കോൺസെപ്റ്റിൻ്റെ ഒരു വകഭേദമാണെന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും ആവശ്യമില്ലല്ലോ എന്നാണ് GN ദേവി സൂചിപ്പിക്കുന്നത്. ഇതൊരു കൊളോണിയലിസ്റ്റ് ഓറിയന്റലിസ്റ്റ് കാഴ്ചപ്പാടാണെന്നുള്ള രീതിയിലാണ് GN ദേവി പറഞ്ഞു വെക്കുന്നത്. This genealogy of Indian literature, however, does not preclude, as several scholars point out, the presence of myths, legends, and stories, as well as perhaps even patterns of national narration of stories that have for centuries bound a variety of literature of India together. എന്നാൽ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് പറയാം. ഒരുപാട് ലെജൻഡുകളും ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാലങ്ങളോളം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് നമ്മൾ ഒരുമിച്ച് നിർത്തുന്ന, ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിർത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയെ തന്നെ വാർത്തെടുക്കുന്ന ഒരുപാട് പഴയ പഴയ കഥകൾ, കവിതകൾ, അത്തരം കാര്യങ്ങൾ. ദിസ് മേ ബി ട്രീറ്റഡ് ആസ് എൻ ആസ്പെക്ട് ഓഫ് ദ ഡയലക്റ്റിക് ഓഫ് ഇന്ത്യാസ് മോഡേണിറ്റി. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയുടെ ആധുനികതയുടെ ഒരു രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ യൂണിറ്റി എന്ന് പറയുന്ന കാഴ്ചപ്പാട്. വൺ മൈറ്റ് കം അക്രോസ് myths, motifs, and tones of storytelling that appear and reappear throughout India in both the ancient and medieval times in its history. ഇത്തരം കഥകൾ പണ്ട് മുതലേ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയിൽ. സ്കോളേഴ്സ് ലൈക്ക് അയ്യപ്പ പണിക്കർ വുഡ് സേ ദാറ്റ് ദർ ഇസ് എ സ്പെസിഫിക്കലി ഇന്ത്യൻ വേ ഓഫ് നറേറ്റിംഗ് സ്റ്റോറീസ് ദാറ്റ് ഹാവ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ ഫ്രം ഏർലിയർ ടൈംസ്. ഇന്ത്യൻ കഥ പറച്ചിൽ രീതി, ഇന്ത്യയുടേതായ ഒരു കഥ പറയുന്ന രീതി പണ്ട് മുതലേ ഇവിടെ നിലനിൽക്കുന്നതാണ് അയ്യപ്പ പണിക്കരെ പോലുള്ളവർ പറയും. The Sanskrit stories in the Panchatantra and the epics of Ramayana and Mahabharata and Pali Jatakathas, the Rihat Katha stories written in Paishachi language, the Fatha Saptasati in Prakrit, and Chilapadigaram and Panimekalai stories in Tamil have for centuries circulated across new subcontinent, all languages in various forms, and have remained a perennial source of inspiration for all Indian writers. ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസിക്കുകൾ, നമ്മുടെ പുരാതനമായ ആൻഷ്യൻ കൃതികളൊക്കെ എല്ലാ കാലത്തും എഴുത്തുകാരെ ഇൻസ്പയർ ചെയ്യുന്ന കൃതികൾ തന്നെയായിരുന്നു. അപ്പോൾ അന്ന് മുതൽക്ക് തന്നെ ഇന്ത്യയിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു കഥ പറച്ചിൽ പാരമ്പര്യമുണ്ട്. ഇന്ത്യ അങ്ങനെ ഡിവൈഡഡ് ആണെന്ന് പറഞ്ഞാലും വി ഹാവ് എ കോമൺ ബാക്ക്ഗ്രൗണ്ട് ഇൻ സ്റ്റോറി ടെല്ലിംഗ്, ഇൻ ലിറ്ററേച്ചർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മോഡേണിറ്റി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അവർ അതിനെ കൺസീവ് ചെയ്തതിൻ്റെ അപ്പുറം അതിന് റെലവൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അറ്റ് medieval times, Tamil and Kannada Bhakti tradition of writing that spread from the southern regions of India towards northern parts of the country also threw up patterns of feeling and thinking that affected entire literature in the subcontinent. ഭക്തി പ്രസ്ഥാനം സൗത്ത് തമിഴ് കന്നഡയിൽ നിന്നാണ് വരുന്നത്, നോർത്ത് ഇന്ത്യയിലടക്കം വ്യാപിക്കുന്നുണ്ട്. അതും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർ വായിക്കുന്നതിനെയും നമ്മുടെ സാഹിത്യ ആസ്വാദനത്തെയും ഒക്കെ. A process of synthesis and cross-fertilization can be seen at work here, whose fruits in the form of great imaginative literature have accrued not only to the people of India, but, as Umashankar Joshi observes, to the peoples of far-off lands, making the idea of Indian literature relevant from the point of view of the foreign appropriators. Even in the early days, Joshi's reference to the point of view of the foreign appropriators in the statement above is significant in that it draws focused attention on the single sense in which the concept of Indian literature becomes meaningful today. ഇത്തരത്തിലുള്ള ഒരുപാട് സാഹിത്യകൃതികൾ ഇന്ത്യയിലെ ധാരാളം നാനാവിധ ജനങ്ങളെ പണ്ട് മുതൽക്കേ സ്വാധീനിച്ചിരുന്നു. അതായിരിക്കാം പിന്നീട് വന്ന കോളനൈസേഴ്സിന്, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ഏകമായിട്ടുള്ള ഇന്ത്യയിലെ യൂണിഫൈഡ് ആയ ഒരു പാരമ്പര്യത്തിൻ്റെ ബാക്കിപത്രമായിട്ട് അവർ കണ്ടിട്ടുണ്ടാവുക. അതിനെയായിരിക്കാം അവർ അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇന്ത്യയുടെ പൊതുസാഹിത്യം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഇതൊക്കെ പ്രാദേശിക സാഹിത്യങ്ങളാണെങ്കിൽ കൂടി, ഇപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിലെ കൃതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു, പ്രാദേശിക സാഹിത്യങ്ങളാണെങ്കിൽ കൂടി ഇവയൊക്കെ തന്നെ ഇന്ത്യയിലെ എഴുത്തുകാരെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ പിന്നീട് വന്ന കോളനൈസേഴ്സ് അപ്രോപ്രിയേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്.
അതായത് അവരുടെ ആവശ്യത്തിന് വേണ്ടി അതിനെ അങ്ങ് സ്വാംശീകരിക്കുന്നു. One might invoke it as theoretical category in order to signify the distinctness of India's literature in relation to the literature in the rest of the world. One position to the non-Indian literature and from the perspective of the non-Indian reader. ഇന്ത്യക്കാരല്ലാത്ത വ്യക്തികളുടെ കാഴ്ചപ്പാടിലേക്ക് നോക്കുമ്പോഴാണ് ഇത് വ്യത്യസ്തമായിരിക്കുന്നത്. What we do when we take this position is to recognize India's status as a nation in the political map of the world. ഒരു രാജ്യം എന്ന രീതിയിൽ ഇന്ത്യയുടെ ഐഡന്റിറ്റിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്കാരനല്ലാത്തൊരു വായനക്കാരനെ സംബന്ധിച്ച് ഈ കൃതികളെക്കുറിച്ചും നമ്മുടെ പാസ്റ്റിനെ കുറിച്ചും നോക്കുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിലും ചില ഗ്ലോറിയസ് പാസ്റ്റ്, അതായത് മഹത്തരമായൊരു ഭൂതകാലം ഉണ്ടെന്നുള്ളൊരു ബോധ്യം വന്നേക്കാം ഈ കൃതികളിൽ നിന്ന്. ആ ഭൂതകാലം ഏക സ്വഭാവത്തിലുള്ളതാണെന്നുള്ളൊരു ബോധ്യം വന്നേക്കാം. ഒറ്റ നേച്ചറുള്ള ഒരു ഭാഷയിൽ, ഏറ്റവും പ്രധാനമായിട്ട് സംസ്കൃത ഭാഷയിൽ. അതായത് പ്രാദേശിക കൃതികളൊന്നും അവർ ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല. അങ്ങനെ നോക്കുകയാണ് ഇതൊക്കെ കോമൺ ആയ ഒരു ഭൂതകാലത്തിന്റെ ഭാഗമാണെന്ന് അവർ ചിന്തിച്ചേക്കാം. A nation obviously should have an army and a currency, but it should also have a literature of its own. In this context, one certainly cannot present Indian literature as the expression of an essential Indian spirit or of a commonly shared sensibility, because the nation in question is stable only on the map of the world. അപ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത്. എക്സ്റ്റേണൽ, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ഒബ്സർവറിനെ സംബന്ധിച്ച് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇന്ത്യൻ ലിറ്ററേച്ചറാണ്. ഈ ചിലപ്പതികാരം ഇതെല്ലാം ഇന്ത്യൻ ലിറ്ററേച്ചർ. പക്ഷേ പഴയ കാലത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാപ്പിൽ, ഒരു വിദേശിയുടെ മാപ്പിൽ ഇന്ത്യ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഉള്ളിൽ ഒരു കോമൺ സെൻസിബിലിറ്റി ഉണ്ടാവണമെന്നില്ല. പല കൾച്ചർ, പല സംസ്ഥാനങ്ങൾ, പല ജീവിത രീതികൾ, അതാണ് അവിടുത്തെ വൈരുദ്ധ്യം. അപ്പോൾ പുറമേ നിന്നുള്ളയാൾക്ക് ഇത് ഇന്ത്യൻ ലിറ്ററേച്ചർ തോന്നും. നമ്മളെ സംബന്ധിച്ച് അത് പ്രാദേശിക സാഹിത്യത്തിൻ്റെ വകഭേദങ്ങളായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. ഇറ്റ്സ് ബോർഡേഴ്സ് കീപ് ചേഞ്ചിങ് ഫ്രം റൈറ്റർ ടു റൈറ്റർ, ഫ്രം റീഡർ ടു റീഡർ ആൻഡ് ഫ്രം സബ്ജക്ട് ടു സബ്ജക്ട്. അങ്ങനെയുള്ളൊരു രാജ്യത്തിൻ്റെ ബോർഡേഴ്സ്, അതിർവരമ്പുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എഴുത്തുകാരനിലേക്കും വായനക്കാരിലേക്കും. ദിസ് ഈസ് വാട്ട് വൺ ഈസ് ടു ഡിഡ്യൂസ് ഫ്രം ദ ലാക്ക് ഓഫ് എ പെർഫെക്റ്റ് ഫിറ്റ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി ഇമേജസ് ഓഫ് ഇന്ത്യ അപ്പിയറിംഗ് ഇൻ ഓവർ നേഷൻസ് കൺസ്ട്രക്റ്റഡ് ബൈ സാദത്ത് ഹുസൈൻ മാൻഡോ, മാഷുദ ദേവി, ഗോപിനാഥ് മോഹന്തി, വൈക്കം മുഹമ്മദ് ബഷീർ, ലക്ഷ്മൺ ഗായ്ക്വാഡ്, ഭാമ, VK, and UR Nandamurthy and Shashi Tharoor, to mention a few representative Indian writers from various languages. അപ്പോൾ ഈ പല ഭാഷകൾ എഴുതുന്ന എഴുത്തുകാരുടെ പേരുകളാണ് ഇതൊക്കെ. ഇവരുടെയൊക്കെ എഴുത്തുകളിൽ ഇന്ത്യ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതൊന്നും കോമൺ ഒരേപോലെയുള്ള ഇന്ത്യ അല്ല. ബഷീറിൻ്റെ കൃതികളിൽ കാണുന്ന ഇന്ത്യ അല്ല മഹാശ്വേത ദേവിയുടെ കൃതികളിൽ. ആ ഇന്ത്യയല്ല സാദത്ത് ഹുസൈൻ്റെ, അതല്ല ഗോപിനാഥ് മോഹന്തിയുടെ. അപ്പോൾ ശശി തരൂരിൻ്റെ പുസ്തകങ്ങളിൽ കാണുന്ന ഇന്ത്യ അതല്ല. അപ്പോൾ ഇന്ത്യ എവിടെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു നമ്മളിപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കാണുന്ന പോലെ എല്ലാത്തിൻ്റെ അതും കുറേ കോമൺ ക്യാരക്ടേഴ്സ് എവിടെയെങ്കിലുമൊക്കെ വരുന്നു പറയും. അങ്ങനെയൊന്നും കാണില്ല നമ്മൾ. അങ്ങനെ ഒരു കോമണാലിറ്റിയും കാണില്ല. ഭാഷകൾ പോലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എവിടെയാണ് ഇന്ത്യ എന്നുള്ള ചോദ്യം അവിടെ വരികയാണ്. അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ചോദ്യം, ഒരു വിവാദമാകുന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. No one would dare to talk about an essential Indian spirit running through the works of these writers who share the same nationality and perhaps the same period of writing, but whose histories, context, mindset, experience, lifestyle, languages and sensibilities are different from the other. അപ്പോൾ പുറമേ നേരത്തെ സൂചിപ്പിച്ച പോലെ എ പേഴ്സൺ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ മൈറ്റ് സേ, ഓ ദീസ് ആർ ഓൾ ഇന്ത്യൻ റൈറ്റേഴ്സ്, ദേ ആർ ഓൾ ഫ്രം ഇന്ത്യ. ഇന്ത്യൻ റൈറ്റേഴ്സ് അല്ലേ, എല്ലാവരും ഇന്ത്യക്കാരല്ലേ, ഇന്ത്യൻ റൈറ്ററാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തെളിവ് എവിടെയാണ്? നമുക്ക് ഇന്ത്യൻ നേഷൻ, ഈ റൈറ്റേഴ്സിനൊക്കെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണാലിറ്റിയുടെ ഭാഗമാണ്, സർട്ടിഫിക്കറ്റിൽ ഇന്ത്യൻ എന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ത്യൻ റൈറ്ററാണ്. അല്ലാതെ ഇവരുടെ കൃതികൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബഷീറിൻ്റെ കൃതികൾ, അല്ലെങ്കിൽ മാൻറ്റോൻ്റെ കൃതികൾ, അല്ലെങ്കിൽ തരൂറിൻ്റെ കൃതികൾ നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എവിടെയാണ് സമാനതയുള്ളത്? എവിടെയാണ് ഒരേപോലത്തെ കാര്യങ്ങൾ വരുന്നത്? ഒരേ ഭാഷ പോലും അല്ല ഇവർക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എങ്ങനെ ഒരു ഇന്ത്യൻ എന്ന് വിളിക്കും, ഇന്ത്യൻ റൈറ്റേഴ്സ് എന്ന് കോമൺ പേരിൽ എങ്ങനെ ഇവരെ വിളിക്കും? അവരൊക്കെ ഓരോ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധികളല്ലേ എന്നുള്ള, അല്ലെങ്കിൽ ഓരോ പ്രത്യേക കാലഘട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേക കൾച്ചറിൻ്റെയോ ഒക്കെ പ്രതിനിധികളല്ലേ എന്ന് ചോദിക്കേണ്ടി വരും. ദീസ് റൈറ്റേഴ്സ് ഡ്വെൽ ഇൻ ഡിഫറെൻറ്റ് ഇന്ത്യാസ്. ഈ എഴുത്തുകാരൊക്കെ തന്നെ വ്യത്യസ്ത ഭാരതങ്ങളിലാണ് താമസിക്കുന്നതെന്നാണ് മനോഹരമായിട്ട് GN ദേവി പറഞ്ഞു വെക്കുന്നത്. ആൻഡ് ടു സ്പീക്ക് ഓഫ് ദം ആസ് ഷെയറിങ് എ കോമൺ കൾച്ചർ ആൻഡ് എ കോമൺ സെൻസിബിലിറ്റീസ് ടു ബിഗൈൽ വൺ സെൽഫ്. ഇവരൊക്കെ ഒരു കോമൺ സംസ്കാരമാണ് പങ്കുവയ്ക്കുന്നത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുന്നതിന് തുല്യമാണ്. ഇതൊന്നും ഒരു കോമൺ കൾച്ചറിൻ്റെ പ്രതിനിധികളല്ല ഇവർ ആരും തന്നെ. ഇവരൊക്കെ ജീവിക്കുന്ന ഇന്ത്യ വ്യത്യസ്ത ഇന്ത്യകളാണ്. തരൂറിൻ്റെ ഇന്ത്യ അല്ല മാൻറ്റോഡ് ഇന്ത്യ, മാൻറ്റോഡ് ഇന്ത്യ അല്ല മഹാശ്വേത ദേവിയുടെ ഇന്ത്യ.
അവരുടെ ഇന്ത്യയല്ല ബഷീറിൻ്റെ ഇന്ത്യ. അങ്ങനെ ഓരോ ഇന്ത്യയും വ്യത്യസ്തമാണ് എന്ന് വളരെ സിംബോളിക്കായിട്ട് പറഞ്ഞു വെക്കുകയാണ് GN Devi. If one still wants to talk about a common Indian literature with reference to these writers, one might say, twisting somewhat the spirit of the Sahitya Akademi motto regarding the oneness of Indian literature, that they are writers divided by the same literature. അങ്ങനെ തിരിച്ചു പറയേണ്ടി വരും. സാഹിത്യ അക്കാദമിയുടെ മോട്ടോ നമുക്ക് തിരിച്ചു പറയേണ്ടി വരും. ദീസ് ആർ റൈറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ദ സെയിം ലിറ്ററേച്ചർ. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന കോൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്തേ പറ്റൂ നിർബന്ധമാണെങ്കിൽ GN Devi പറയാണ് ഇങ്ങനെ പറയണം. എങ്ങനെ? ദേ ആർ റൈറ്റേഴ്സ്. ഈ ബഷീറിനെ പോലെയുള്ള റൈറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞവരെ കുറിച്ചാണ് പറയുന്നത്. ദേ ആർ റൈറ്റേഴ്സ് ബട്ട് ഡിവൈഡഡ് ബൈ ദ സെയിം ലിറ്ററേച്ചർ. ഒരേ സാഹിത്യത്താൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന റൈറ്റേഴ്സ്. ഇവരൊക്കെ എഴുതുന്ന ഇന്ത്യൻ ലിറ്ററേച്ചർ ആണെങ്കിൽ അവരൊക്കെ വ്യത്യസ്ത എഴുത്തുകാരാണ്. അവരൊക്കെ ഇന്ത്യക്കാരെ എഴുത്തുകാരാണെങ്കിൽ അവരൊക്കെ എഴുതുന്നത് ഇന്ത്യൻ സാഹിത്യമല്ല, വ്യത്യസ്ത സാഹിത്യമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഓരോ ഇന്ത്യൻ എഴുത്തുകാരനും എഴുതുന്ന സാഹിത്യം വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഇന്ത്യയുടെ രീതിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കോമൺ ലേബലിലേക്ക് കൊണ്ടുവരാനായിട്ട് ആര് ശ്രമിക്കുന്നു? ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നു. അതിൻ്റെ തുടക്കം 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങി. സംസ്കൃത സാഹിത്യത്തെയാണ് അവരങ്ങനെ വിളിച്ചത്. എന്നാൽ പിന്നീട് ഒരിക്കലും അവർ റീജിയണൽ ലിറ്ററേച്ചറിനെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. ഇന്ത്യയുടെ സാഹിത്യം എന്ന് പറഞ്ഞാൽ സംസ്കൃത സാഹിത്യം. പിന്നീട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതിന് ശേഷം ഇംഗ്ലീഷിൽ എഴുതുന്ന സാഹിത്യം ഇന്ത്യൻ സാഹിത്യം. അത് പിന്നീട് ഇങ്ങോട്ട് സ്വാതന്ത്ര്യ അനന്തര ലോകത്തിലും തുടരുന്നുണ്ട്. അവിടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരീക്ഷണങ്ങൾ പിന്നീട് ഇന്ത്യൻ ഇംഗ്ലീഷിന് ജന്മം നൽകുന്നത് നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് പ്രാദേശിക സാഹിത്യങ്ങൾ നിരവധിയുണ്ട്. ഇന്ത്യൻ സാഹിത്യം, ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പദത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ അതിർത്തികൾക്കുള്ളിൽ രൂപം കൊള്ളുന്ന സാഹിത്യകൃതികൾക്കെല്ലാം അപ്ലൈ ചെയ്യാമോ എന്ന ചോദ്യമാണ് പിന്നീട് അങ്ങോട്ട് GN Devi നമ്മളോട് ചോദിക്കുന്നത്. ലാസ്റ്റിലേക്ക് നമ്മൾ അതാണ് കാണുന്നത്. അവിടെ നമ്മൾ പൊളിറ്റിക്സ് ഓഫ് റൈറ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റ് എത്തുന്നു. എന്താണ്? ഇന്ത്യയിലെ നിരവധി വ്യത്യാസങ്ങൾ, അതായത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനം വ്യത്യസ്തമാണ്. ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയുടെ മുഖമുദ്ര. അപ്പോൾ ഓരോ റൈറ്ററും എഴുതുന്ന കൃതികൾ വ്യത്യസ്തങ്ങളാണ്. ഒരേ കാലഘട്ടത്തിൽ ഒരേ നാട്ടിൽ ജീവിക്കുന്നവരായിരിക്കും, പക്ഷെ വ്യത്യസ്ത കൃതികളാണ് വരുന്നത്. വ്യത്യസ്ത കൾച്ചറാണ് ഓരോ കൃതിയിലും കാണുന്നത്. കഥകൾ വ്യത്യാസപ്പെട്ടതുകൊണ്ട് മാത്രമല്ല പറയുന്നത്, കൾച്ചർ വ്യത്യാസമാണ്. ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്ന കൾച്ചർ വ്യത്യാസമാണ്. അത് കാണിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ പ്രത്യേക നാമത്തിന് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള, ഏകീകൃതമായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഇല്ല എന്നാണ് GN Devi പറഞ്ഞു വെക്കുന്നത്. അതാണ് ലാസ്റ്റ് പറയുന്നത്. അതായത് എഴുത്തുകാരൊക്കെ തന്നെ ഇന്ത്യയിലെ ഈ ഓരോ എഴുത്തുകാരും ഓരോ വ്യത്യസ്ത ഇന്ത്യയിൽ ജീവിക്കുന്നതായിട്ടാണ് തോന്നുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ ഒരു കോമൺ ഡെഫിനിഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതിന് അദ്ദേഹം പറയുകയാണ് ദീസ് ആർ റൈറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ദ സെയിം ലിറ്ററേച്ചർ. അങ്ങനെ പറയേണ്ടി വരും. എന്നാൽ അതായത് റൈറ്റേഴ്സാണ് വ്യത്യസ്തരെന്ന് പറയേണ്ടി വരും. ഇവരെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന ഒരു അംബ്രല്ല ടേമിനുള്ളിൽ നമുക്ക് ഒതുക്കുക അത്രയധികം ബുദ്ധിമുട്ടാണ്. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന ഒരു കോമൺ ടേമിൻ്റെ ഉള്ളിലേക്ക് ഈ എഴുത്തിനെ, ഈ സാഹിത്യ രൂപങ്ങളെല്ലാം കൊണ്ടുവരിക അത്രയധികം ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും വിഭിന്നമാണ് അവ. ഓരോ ഡിഫറെൻ്റ് ഇന്ത്യയാണ് നമ്മൾ ഓരോ ഇന്ത്യൻ ഈ സോക്കോൾഡ് ഇന്ത്യൻ ലിറ്ററേച്ചറിലും കാണുന്നത്. ഓരോ എഴുത്തുകാർ, ഇവിടെ എഴുതപ്പെടുന്ന പ്രാദേശിക സാഹിത്യത്തിൽ ഓരോ കൃതിയും ഓരോ ഇന്ത്യയിലാണ് നിലകൊള്ളുന്നത്. എല്ലാ ഇന്ത്യയും ഒരേ ഇന്ത്യയല്ല എന്ന ഒരു ഐഡിയ ആണ് ഇവിടെ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതായത് ഓൾ ദീസ് റൈറ്റേഴ്സ് ദേ ഡ്വെൽ ഇൻ ഡിഫറെൻറ്റ് ഇന്ത്യാസ്, അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടല്ലോ, മനസ്സിലായെന്ന് കരുതുകയാണ്. എന്തെങ്കിലും പോയിന്റ്സ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഓർമ്മിക്കുക, ഒരിക്കൽ കൂടി വീഡിയോ കണ്ട് മെയിൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ആണ് GN Deviയുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്നുള്ളത്. ഇവിടെ ഇന്ത്യൻ സാഹിത്യം എന്ന വാക്ക് തന്നെ അതിൻ്റെ അർത്ഥതലത്തെ പൂർണ്ണമായും അദ്ദേഹം വേരോടെ പരിശോധിക്കുകയാണ്, ഒരു ശാസ്ത്രജ്ഞനെ പോലെ. ഈ ഒരു പരിശോധനയിൽ GN Devi കണ്ടെത്തുന്ന ചില സത്യങ്ങളാണ് നമ്മളുടെ എസ്സേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന ആ ഒരു സാഹിത്യ പ്രസ്ഥാനത്തിന് ഒരു ഡെഫിനിഷൻ്റെ ഉള്ളിൽ ഒതുക്കുക എത്ര ബുദ്ധിമുട്ടാണ് എന്ന് നമ്മളിവിടെ കാണുകയാണ്. പ്രാദേശികമായ ഒരുപാട് വ്യത്യാസങ്ങളുള്ള, ഓരോ സംസ്ഥാനത്തിലും ഓരോ കൾച്ചറുള്ള ഇന്ത്യയിൽ എങ്ങനെയാണ് ഇന്ത്യൻ സാഹിത്യം എന്ന പേരിൽ ഒറ്റ ഒരു ബോഡി ഉണ്ടാവുക? ബ്രിട്ടീഷുകാരുടെ കാലത്ത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. ഓറിയന്റലിസത്തിൻ്റെ ഭാഗമായിട്ട്, ഓറിയന്റലിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ട്
ഇന്ത്യൻ സാഹിത്യത്തെ സംസ്കൃത സാഹിത്യം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അതിനുശേഷം പിന്നെ ഇംഗ്ലീഷ് ഭാഷ വന്നു. ഇംഗ്ലീഷ് ഭാഷയുടെ പ്രചാരം വന്നു ഇന്ത്യയിൽ. ഈ ഇംഗ്ലീഷ് ഭാഷ പ്രചരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ എഴുതുന്ന കൃതികളായി ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നറിയപ്പെടാൻ തുടങ്ങി, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അങ്ങനെ ഈ ആധുനിക കാലത്ത് പോലും പ്രാദേശിക സാഹിത്യത്തെ ഈ എല്ലാ കാലത്തും അവഗണിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രാദേശിക സാഹിത്യം തന്നെയാണ് ഇതിന് കോൺട്രഡിക്ഷൻ ആകുന്നതും ബേസിക്കലി ഈ ഡെഫിനിഷന്. ജി.എൻ. ദേവി അവസാനം പറഞ്ഞു വെക്കുകയാണ്, നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന എല്ലാ പ്രധാന എഴുത്തുകാരെയും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരൊക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തരാണ്. അവരുടെയൊക്കെ സാഹിത്യം നമുക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് ഒറ്റ ടേമിൽ വിളിക്കാൻ പറ്റില്ല. കാരണം അവരിലൊന്നും ഒരു കോമൺ എലമെന്റ് ഇല്ല എന്നുള്ളതാണ്. കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ്, ഭാഷ പോലും കോമൺ അല്ല. പ്രാദേശിക എഴുത്തുകാരെയാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ എഴുതുന്നവർ ഉൾപ്പെടെ, ഇപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷിൽ എഴുതുന്നവർ ഉൾപ്പെടെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷിൽ എഴുതുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരനായിരിക്കും, അദ്ദേഹം മറ്റൊരു ഭാഷയിലായിരിക്കും എഴുതുന്നുണ്ടാവുക, ഇന്ത്യൻ ഭാഷയിൽ. അപ്പോൾ കോമൺ ആയിട്ട് എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ കൃതികളിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന ഭാരതം പോലും നമ്മൾക്ക് കോമൺ ആയിട്ട് ഒരു പൊതു ഐഡന്റിറ്റിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആവണമെന്നില്ല. അത്രയും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ജി.എൻ. ദേവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ വ്യത്യസ്തതകളൊക്കെ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പേര് തന്നെ ഉപയോഗിക്കാമോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം നൽകുന്നത്. ഡിഫറെൻറ്റ് ഇന്ത്യാസ് ആണ് ഈ എഴുത്തുകാരൊക്കെ നിലകൊള്ളുന്ന പ്രദേശം, ഒരു ഇന്ത്യയല്ല, ഡിഫറെൻറ്റ് ഇന്ത്യാസ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഇത് കാണിക്കുന്നത് രാഷ്ട്രീയമായ ഒരു തകർക്കലിനെ അല്ല, അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. നമ്മൾ ഈ ഒരു എസ്സേനെ കാണേണ്ടത് വൈവിധ്യങ്ങൾ, അതായത് ഡൈവേഴ്സിറ്റി, അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്ന ഒരു ആശയമാണ് ജി.എൻ. ദേവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സാണ്. ഇതിന് തീർച്ചയായിട്ടും ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്, പ്രത്യേകിച്ച് റിസർച്ചിൻ്റെ മേഖലയിൽ. നമ്മൾ പലപ്പോഴും ഒരു പേരിനുള്ളിൽ, ഒറ്റൊരു ഡെഫിനിഷനുള്ളിൽ ആശയങ്ങളെ ഉൾക്കൊള്ളിക്കുമ്പോൾ, പ്രത്യേകിച്ച് സാഹിത്യം പോലുള്ളൊരു കലാരൂപത്തെ നമ്മൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് നമുക്ക് മിസ് ഔട്ടായി പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവാം, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ടാവാം, ജനവിഭാഗങ്ങളുണ്ടാവാം, ആശയങ്ങളുണ്ടാവാം. അതിനെ ഒഴിവാക്കുന്നതിനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഡൈവേഴ്സിറ്റിയായിട്ട് കാണുക എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള മറ്റൊരു ഐഡിയ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഈ ഡൈവേഴ്സിറ്റിയെ നമ്മൾ സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളുക എന്നുള്ളതായിരിക്കാം അതിനുള്ളൊരു സൊല്യൂഷൻ. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ദിവസം പരീക്ഷയാണ്. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്. ഇനി അത്രേ സമയമുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവർക്കും വേണ്ടി എൻ്റെ പ്രാർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും നന്നായി അധ്വാനിച്ച്, നന്നായി പഠിച്ച്, നല്ല എഫേർട്ട് എടുത്ത് തന്നെ പോവുക പരീക്ഷയ്ക്ക് വേണ്ടി. God bless you all. Thank you so much for watching. Have a wonderful examination. Have a wonderful time. Bye-bye.